5 മാർക്കിന്റെ ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പാരലൽ ലൈൻസ് ചാപ്റ്ററിലെ ചോദ്യമാണ് കേട്ടോ. ഈ ചോദ്യത്തിൽ നിങ്ങളോട് പറയുന്നത് ഒരു ട്രയാങ്കിൾ ABC എന്ന് പറയുന്ന വലിയൊരു ട്രയാങ്കിൾ ഈ പുറമെ കിടക്കുന്നുണ്ട്. അതിന്റെ ഓരോ സൈഡിന്റെയും മിഡ് പോയിന്റുകളാണ് പിയും ക്യൂവും ആറും. ഓക്കെ, ആ മിഡ് പോയിന്റ് ജോയിൻ ചെയ്ത് വരച്ച മധ്യബിന്ദുക്കൾ യോജിപ്പിച്ച് വരച്ച ത്രികോണമാണ് PQR എന്ന് പറയുന്ന ട്രയാങ്കിൾ. ഒന്നാമത്തെ ചോദ്യം, AB-യുടെ നീളം എത്രയാ? ഈ AB എന്ന് പറയുന്ന സൈഡിന്റെ ലെങ്ത് എത്രയെന്ന്. എങ്ങനെയാണ് നമ്മൾ AB-യുടെ ലെങ്ത് കണ്ടുപിടിക്കുക? നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്, രണ്ട് വശങ്ങളുടെ മധ്യബിന്ദുക്കൾ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ മൂന്നാമത്തെ സൈഡിന് പാരലൽ ആയിരിക്കും. ഇത് രണ്ടും പാരലൽ ആയിരിക്കും. അത് സമാന്തരം മാത്രമല്ല, അതിന്റെ നീളം ഈ 14ന്റെ ഡബിൾ ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. മക്കളെ, അങ്ങനെ ഇത് 14 ആണെങ്കിൽ അതിന്റെ ഇരട്ടി എത്രയാ? 28 സെന്റിമീറ്റർ ആയിരിക്കും ഈ താഴത്തെ സൈഡ് വരിക. ഇതേ ലോജിക്കിൽ നിങ്ങൾ ആലോചിച്ചാൽ 13ന്റെ ഡബിൾ ആണ് ഇവിടെ വരിക. അതേപോലെ ഈ 15ന്റെ ഇരട്ടി ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. മനസ്സിൽ വെച്ചോണേ. അടുത്ത ചോദ്യം നിങ്ങളോട് പറയുന്നത്, ത്രികോണം ABCയുടെ ചുറ്റളവ്, പെരിമീറ്റർ ഓഫ് ട്രയാങ്കിൾ ABC കണ്ടുപിടിക്കണം. അതിനുള്ള ഐഡിയ എന്താ? ഈ ചെറുതിന്റെ ഒക്കെ ഡബിൾ അല്ലേ വലുതിന്റെ സൈഡ്? അപ്പൊ ചെറുതിന്റെ പെരിമീറ്റർ എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കും വലുതിന്റെ പെരിമീറ്റർ. ചെറുതിന്റെ എത്രയാ? 15ഉം 14ഉം 13ഉം. എത്ര കൂട്ടുണ്ടാവുക? 15ഉം 10 25 4 29 29 10 39 3 കൂടെ 42 എന്ന് കിട്ടൂലേ? ആ 42 നിങ്ങൾ ഇത് ചേർത്ത് കിട്ടിയതല്ലേ 42? അതിന്റെ നേരെ ഡബിൾ ആയിരിക്കും നമുക്ക് ആൻസർ വരിക. 84 സെന്റിമീറ്റർ ആയിരിക്കും നമുക്ക് പെരിമീറ്റർ ആയിട്ട് കിട്ടാം. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ളതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനിൽ പറയുന്നത് PQR എന്ന് പറയുന്ന ട്രയാങ്കിളിന്റെ ഏരിയ, ഇതിന്റെ അകത്തുള്ള ഈ PQRന്റെ ഏരിയ 84 cm² എന്ന് ക്വസ്റ്റ്യനിൽ തന്നു. നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ABC എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഒരു ചെറിയൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഈ 4 ചെറിയ ട്രയാങ്കിൾസ് കണ്ടോ, അത് ഈക്വൽ ട്രയാങ്കിൾ ആണ്. അങ്ങനെയുള്ള ഒരെണ്ണത്തിന്റെ ഏരിയ ആണ് അവർ തന്നത്. എന്നിട്ട് ഈ വലുതിന്റെ ഏരിയ എത്രയെന്നാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ചെറിയൊരു ഐഡിയ വെച്ച് കണ്ടുപിടിച്ചൂടെ? ഈ 84നെ ഏതോ ഒരു നമ്പറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആൻസർ കിട്ടൂലേ? ഇനി ഞാൻ പറയത്തില്ല, നിങ്ങൾ വേഗം കണ്ടുപിടിച്ച് ആൻസർ എത്രയാന്ന് വെച്ചാൽ വേഗം കമന്റ് ചെയ്തോളൂ. ബാക്കി നമുക്ക് അടുത്ത ചോദ്യമായിട്ട് കണ്ടുമുട്ടാം. ബൈ ബൈ.